J-17 എഡ്ജ് ഉണ്ട്. കാരണം ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ട് AI ബേസ്ഡ് ആണ് അതിൻ്റെ റഡാർ സിസ്റ്റം. 400 കിലോമീറ്റർ കാരണം നോക്കാൻ പറ്റാത്ത ദൂരത്ത് ഇവ റഡാറിലെടുത്ത് അതിനെ ഫയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഒരു എയർക്രാഫ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. കണ്ണൂരിൽ നിന്നും ട്രിവാൻഡ്രത്തുള്ള ഒബ്ജക്റ്റിനെ എയറിൽ നിന്നും അതിനെ ഒബ്ജക്റ്റ് ചെയ്ത് ഹിറ്റ് ചെയ്യാൻ സാധിക്കും. അത് J-17 എയർക്രാഫ്റ്റിനുണ്ട്. ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റഫേൽ വാങ്ങുമ്പോൾ അതിന് ഈ സാധനമില്ല. ഇതൊക്കെയാണ് കാരണം ഇന്ത്യയുടെ അകത്ത് പോലും വരാതെ അവർക്കത് ഹിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് എയർ എൻഗേജ്മെൻറ്റ്, ഏരിയൽ എൻഗേജ്മെൻറ്റ്. ഏതായാലും ഒരു കാര്യം പറയാം, ഇതൊരു സെറ്റ് ബാക്ക് തന്നെയാണ്. ഇവിടുന്ന് മടിച്ചു നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ മുന്നോട്ട് വന്ന് അതിനേക്കാളും വലിയ സംഭവങ്ങൾ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്യുന്നത്. ചില യൂട്യൂബേഴ്സ് ഇഡിയറ്റ്സ് ഒക്കെ പറയുന്നത് കേൾക്കും, ഇന്ത്യ ബങ്കർ ബസ്റ്റർ ബോംബോട്ട് ഉണ്ടാക്കി. ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടെങ്കിൽ ഇടാൻ സാധനം എന്ത് കൊണ്ട് ഇതിടും? എല്ലാം നോൺസെൻസും വിഡ്ഢിത്തരം മാത്രം പറയുകയാണ്. യഥാർത്ഥ ഇഷ്യൂ എന്തുവെന്ന് പറയുന്നില്ല. ഒരു കാര്യത്തിൽ തീർത്തും വീണ്ടും ഞാനത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. പാകിസ്ഥാന് ഒരു എഡ്ജ് കിട്ടിയിട്ടുണ്ട് എയർഫോഴ്സിന്. ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്നത്, ഇന്ത്യൻ ആർമി എന്ന് പറയുന്നതും മൈറ്റി ഫോഴ്സ് ആണ്. ഗ്ലോബലായിട്ട് വെൽ റെക്കഗ്നൈസ്ഡ് ആയിരുന്നു. അതിന് കോട്ടം തട്ടിയിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം ഇതിനകത്ത് താപ്പോട്ട് പോകാനുള്ള ശ്രമിക്കേണ്ട കാരണം നമുക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി മിസ്സായി. തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ മുഴുവനും പാകിസ്ഥാൻ ഫൈറ്റർ കയറി ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ ഒറ്റപ്പെടും. ഇന്ത്യയുടെ വെപ്പൺസ് ആണെങ്കിലും ഫൈറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിലെ എയർ വാർഫെയർ ആണ് ഇന്നും ഡോമിനേറ്റ് ചെയ്യുന്നത്. എയർ വാർഫെയറിൽ ആര് പുറകിൽ പോകുന്നു ആ രാജ്യം തോൽവി വാങ്ങാൻ തയ്യാറായിക്കോണം. ആ ഫിലോസഫിയാണ് ഇന്നും പോകുന്നത്. ആ എഡ്ജ് പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ട് ചൈനയുടെ സഹായത്തോടു കൂടി. ഇതെല്ലാവരും മനസ്സിലാക്കിയിരുന്നാൽ നന്ന്. വെറുതെ തെറി വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. മുന്നോട്ട് പോകേണ്ട സമയത്ത് പുറകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സയൻറ്റിഫിക് ടെമ്പറിലാണ് ഒരു രാജ്യം പോകേണ്ടത്, അല്ലാതെ ചാണകത്തിലും ഗോമൂത്രത്തിലും അല്ല. ഒരു രാജ്യം പോകുന്നതിൻ്റെ പ്രധാന തെളിവ് ടെററിസ്റ്റുകളെ മാത്രം സൃഷ്ടിച്ച് ലോക ശ്രദ്ധ നേടിയ പാകിസ്ഥാൻ ഇന്ന് ഫൈറ്റർ ജെറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറി. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ നിഷ്പ്രഭമാക്കി കളഞ്ഞു ഫൈറ്റർ ജെറ്റിൻ്റെ കാര്യത്തിൽ. ഇതൊരു പാഠം തന്നെയാണ് നമുക്ക്.